ശരണം വിളികളിലെ ഒരു തമാശയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതെ അതെ, അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതൊക്കെ. ഓ ഓ ഓ ഓ ഓ. നമ്മൾക്കപ്പോൾ ആ ക്യാരക്ടറിനോട് നീതി പുലർത്തുക. ആസ് എ ഡയറക്ടർ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമല്ലോ. അപ്പോൾ ഞാനും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അത് അവർക്ക് ഓക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ബെറ്റർ, അല്ലാതെ പറഞ്ഞെങ്കിൽ ഞാനത് മാറ്റി ചെയ്യും. ഇല്ല അത് നന്നായിട്ടുണ്ട്, അത് മതി എന്നവർ പറഞ്ഞിരുന്നു. ഇപ്പം മലയാളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം ആയിട്ടുള്ള വിജയത്തിലേക്കുള്ള രീതിയിലാണ് സിനിമയുടെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉച്ചനേരം കൊണ്ട് തന്നെ 7 കോടി കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാൽവെപ്പാണ്. അപ്പം സിനിമ കണ്ടിരുന്നോ? ഇനി എപ്പോഴാണ് സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നത്? കണ്ടിട്ടില്ലെങ്കിൽ? ഞാൻ സിനിമ കണ്ടില്ല. എന്നോട് ഞാൻ പാലക്കാട് ഇന്നലെ വരെ ഷൂട്ടിങ്ങിലായിരുന്നു. എൻ്റെ ഒരു സിനിമ വേല പറഞ്ഞ സിനിമ, എനിക്കൊരു അക്കാഡമി ഉണ്ട്, കുറേ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി സിനിമ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാക്കപ്പ് ആവുന്ന ദിവസമാണ് ഇത് റിലീസാവുന്നത്. അപ്പോൾ ഞാനിങ്ങനെ തരുൺ മൂർച്ചയെ വിളിച്ചപ്പോൾ പറഞ്ഞു, സാർ എവിടെയാണ് കാണുന്നത് പറഞ്ഞാൽ മതി, ഏത് തിയേറ്ററിലാണ് പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, പോയി കണ്ടോളൂ. ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, വന്നിട്ടും പറഞ്ഞില്ല ഞാൻ അവിടെ എത്തിയിട്ടുണ്ടെന്നോ എനിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരുമെന്നോ പറഞ്ഞില്ല. ഞാൻ നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കുട്ടികളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി കാണാനാണ് ഇഷ്ടം. അല്ലാതെ ഞാൻ ഇന്ന ആളാണ് പറഞ്ഞിട്ട് പോയി കാണുന്നത്. എൻ്റെ ഒരു സിനിമയും ഞാൻ ഡയറക്ടറാണ് പറഞ്ഞിട്ട് പോയി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാൻ സാധാരണ ബെഞ്ചിലൊക്കെ പോയി ഇരുന്ന് കാണും ആൾക്കാരുടെ കൂടെ എന്താണെന്ന് അറിയാൻ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് വേറെ ജാടയുടെ ഭാഗമൊന്നുമല്ല, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളത്. ഞാനും സത്യനന്ദകാടും കൂടിയിട്ട് എൻ്റെ എത്ര സിനിമ റിലീസ് ചെയ്തപ്പോൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പോയിട്ട് കണ്ടിട്ടുണ്ട്. ആ തിയേറ്ററിൽ കയറി ഞങ്ങളാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ആ പ്രിവിലേജ് എടുത്തിട്ട് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ എടപ്പള്ളിയിൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ അതിൻ്റെ അടുത്താണ് വനിതാ തിയേറ്ററൊക്കെ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്നെ കണ്ടു പറയും, സാർ എൻ്റെ അച്ഛൻ്റെയൊക്കെ ഫ്രണ്ടാണ്, സാർ എന്തിനാ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന പോയിക്കൂ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. ഞാൻ സോറി കുഴപ്പമില്ല എന്ന് പറയും. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കയറാറുള്ളൂ. ഡയറക്ടർ എന്നുള്ളൊരു അധികാരം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ, അതോ ഈ ക്രാഫ്റ്റിനോട് ഇങ്ങനെ ഒരു സാധാരണ പ്രേക്ഷകനെ പോലെ കണ്ടാൽ മതി എന്ന് തീരുമാനിച്ചിട്ടാണ്? സാധാരണ പ്രേക്ഷകനെ പോലെ കണ്ടാൽ മതി തീരുമാനിച്ചിട്ട് തന്നെയാണ്. ഞാനൊരു സാധാരണക്കാരനാവാനാണ് എപ്പോഴും ആഗ്രഹിക്കാറ്. ഞാൻ ഇന്ന് വരെ ഒരിക്കലും ഞാൻ ആരോടും ഞാൻ എന്താ ജോലി ചെയ്യുന്നത് പറയാറില്ല. ഇത്ര കാലം പറ്റും. പലരും കാണുമ്പോൾ എന്ത് ചെയ്യുന്നു നോക്കി ട്രെയിനിലൊക്കെ ചെയ്യുമ്പോൾ ഞാനൊരു ബിസിനസ്മാനാണ് എന്നൊക്കെ പറയാറുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചന്ദ്രനെ പറയാറുള്ളൂ, ചന്ദ്രകുമാറെന്ന് പറയാറില്ല. ഞാൻ അങ്ങനെ ഒതുങ്ങി പോകുന്ന ആളാണ്. അങ്ങനെ ഇതിനു വേണ്ടി ഇടിച്ചു കയറാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. 14 വയസ്സിൽ സിനിമയിൽ വരാനും 19 വയസ്സിൽ ഡയറക്റ്റ് ചെയ്യാനും 1 വർഷം 16 സിനിമ വരെ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിതിനെ ഇടിച്ചു കയറുന്നു. അന്ന് മീഡിയ എത്ര വളർന്നിട്ടില്ലാത്തതുകൊണ്ട് എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അതൊരു നഷ്ടമായി തോന്നിയിട്ടില്ല. ഹിന്ദിയിൽ സിനിമകൾ ചെയ്തിട്ട് 10 സിനിമകൾ എടുത്ത് ചെയ്തു. ഹിന്ദിയിൽ 17 സിനിമ ചെയ്തു. അത്രയും സിനിമകൾ ചെയ്തൊരു മലയാള സംവിധായകനില്ല എൻ്റെ അറിയില്ല. പക്ഷേ ഞാൻ ചെയ്ത സിനിമകളൊക്കെ ചെറിയ ഓംപുരി അഭിനയിച്ചിട്ടുണ്ട്, മിഥുൻ ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെയാണ് അന്നത്തെ സ്റ്റാർസ്. അന്നൊക്കെ സിനിമകളൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. പുതിയ തലമുറയ്ക്ക് ആരുമില്ല. അതുകൊണ്ട് പുതിയ തലമുറക്കാർക്ക് എന്നെ അറിയണമെന്നില്ല. അതൊരു തെറ്റല്ല. കാലം മാറുമ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്നെ തിരിച്ചറിയാൻ വീണ്ടും ഒരു യോഗം ഉണ്ടായി, തിരിച്ചറിയുന്നു. നിങ്ങളെ വരെ ഞാൻ കാണുന്നു ഇപ്പോഴാണ്. അതാണ് എൻ്റെ. തുടർന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് മണിയമ്പിള്ള രാജേശ്വരൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത്. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, സാർ അവിടെ ഷൂട്ടിന് വന്ന സമയത്ത് ഏതോ ഒരു അസോസിയേറ്റിന് സാറിന് മനസ്സിലായില്ല എന്നും. അപ്പോൾ ലാലു പറഞ്ഞു, ഇത്രയും വലിയ ഒരാളെന്ന് എനിക്ക് മനസ്സിലായില്ല, അടിക്കണ്ടവനെ. അങ്ങനെയല്ല, അതുണ്ടായിട്ട് എന്താ വെച്ചാൽ ഞാൻ അത് എൻജോയ് ചെയ്യാനും സത്യത്തിൽ എനിക്ക് വിഷമില്ല. ആദ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയ സീൻ തന്നെ ഒരു മഴയത്ത് കുടയും പിടിച്ച് നിൽക്കുന്ന സീനാണ്. അപ്പോൾ അത് അഭിനയിക്കാൻ വന്ന് മണിയമ്പിള്ള രാജുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്നു. എനിക്കൊരു കുട കൊണ്ടു തന്നു ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ കുട ഈ കുട പിടിച്ചോളൂ കേട്ടോ, ഇത് പിടിച്ച് നിന്നുള്ളൂ. ഷോട്ട് കഴിഞ്ഞാൽ കുട താഴെ നിന്ന് വെക്കരുത്, കൈ തന്നെ വെക്കണം. ഇനി ഷോർട്സിലാണ്. ശരി ഓക്കെ. ഞാൻ മിണ്ടാതെ നിന്ന് കഴിഞ്ഞിട്ട് 2 മിനിറ്റായില്ല, ആർട്ട് അസിസ്റ്റൻ്റ് ഓടി വരുന്നു. ആരാ നിങ്ങൾക്ക് ഈ കുടയൊക്കെ തന്നത്? ഇത് ആർട്ടിസ്റ്റിനുള്ള കുടയാണ്, നിങ്ങൾക്ക് വേറെ കുട തരാം. പറഞ്ഞിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിനുള്ള കുട വേറെ ഉണ്ട് സാറേ, എനിക്ക് ഈ നിയമങ്ങളൊന്നും അറിയില്ല, എനിക്കൊരു കീറിയ കുട കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ ശരി താങ്ക് യു പറഞ്ഞിട്ട് വാങ്ങി നിന്നു. അപ്പോൾ ആ കുടയും പിടിച്ച് നിന്ന് മഴയൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശരിയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ബ്രേക്കായി. ഞാൻ കുട വെച്ചിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോയി. എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് പോയി. ഞാനും മണിയമ്പിള്ള രാജുവൊക്കെ ഒന്നിച്ച് ഊണ് കഴിച്ചു. തിരിച്ച് വന്ന് നിന്നപ്പോൾ അവിടെ കുട കാണാനില്ല. അപ്പോൾ വേറെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു, 3ാമത്തെ അസിസ്റ്റന്റ്. ആ അസിസ്റ്റന്റ് എനിക്കൊരു കുട വേണം, എൻ്റെ ഒരു കുടയുണ്ടായിരുന്നു, നോക്കട്ടെ എന്നുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പോയി. കൊച്ചു പയ്യന്മാരാണ് ഒക്കെ, പുതിയ കുട്ടികളാണ്, പഠിക്കുന്നവരാണ്. അവർക്ക് അത്രയും വെച്ചിട്ടുള്ളൂ. അവർക്കാർക്ക് ഞാൻ ആരാന്നറിയില്ല.
അപ്പോൾ അവൻ പോയിട്ട് കുറച്ച് നേരം പോയിട്ട് കുട കിട്ടിയില്ല. പറഞ്ഞു കുടയില്ല, സാരില്ല, നമുക്കത് ഡീലാക്കാമെന്ന്. അപ്പോൾ ഈ ഡീലാക്കാന്ന് പറഞ്ഞ അർത്ഥം എന്താ എനിക്കറിയില്ല. എങ്ങനെ കണ്ടിന്യൂറ്റി ഉള്ള സാധനം ഡീലാക്കാൻ പറ്റുക? ഡീലാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. അവൻ പോയി മിണ്ടാതെ. ഞാൻ നോക്കുമ്പോൾ കുടയില്ല. ഡയറക്ടർ ഷോട്ട് പറയുന്നു, റെഡി സ്റ്റാർട്ട് ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നോക്കി. പിന്നിൽ നിൽക്കുന്ന ആളുടെ തോന്നുന്നു ആ കുട തരും, നിങ്ങളെ കാണില്ല ഫ്രെയിമിൽ. എനിക്കറിയാമല്ലോ ഫ്രെയിം എന്താണെന്ന്. നിങ്ങളെ കാണില്ല, അതുകൊണ്ട് ഞാൻ കുട പിടിച്ചോട്ടെ. അവിടെ ആ കുട വാങ്ങി ഞാൻ പിടിച്ച് നിന്ന് അഭിനയിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മണിമ്പിള ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, കുട്ടികൾക്ക് എന്നെ അറിയില്ല. ഒരാൾ വന്ന് കുട തന്നിട്ട് താഴെ വെക്കരുത് പറയണു, മറ്റേ വന്ന് ഇത് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കുടയല്ല എന്നിട്ട് പറിച്ച് വാങ്ങിട്ട് പോകണു. മൂന്നാമത് കുടയില്ല പറയുമ്പോൾ അത് ഡീലാക്കാമെന്ന് പറയണു. അപ്പോൾ തരുണിൻ്റെ കൂടെ പഠിക്കാൻ വന്ന കുട്ടികളാണ്, പുതിയ കുട്ടികളാണ്. അവർക്ക് സിനിമ അറിയില്ല, എന്നെ അറിയില്ല. അപ്പോൾ അവർ സാധാരണ കുറേ ജൂനിയർ ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എന്നെ ട്രീറ്റ് ചെയ്തു. ഇതെങ്ങനെയോ മണിമല രാജു പറഞ്ഞിട്ട് മോഹൻലാൽ അറിഞ്ഞു. മോഹൻലാൽ ചൂടായി. എന്നാലും ഒരു ഇത്രയും വലിയ സീനിയർ മോസ്റ്റിനോട് ഇങ്ങനെയാണ് പെരുമാറുക, അവനെയൊക്കെ കാല് വാരി അടിക്കേണ്ടത് എന്തോ പറഞ്ഞു. ഞാൻ കേട്ടപ്പോൾ ചിരിച്ചു. രാജു എന്തിനൊക്കെ പറയാൻ പോണേ? ഞാൻ തരുമൂർത്തിയോടെ പറഞ്ഞ് ചിരിച്ചു. നല്ല തമാശയുണ്ടായി ഷൂട്ടിങ്ങിനിടയ്ക്കുന്നത്. ഞാൻ അതൊരിക്കലും വേദനിച്ചില്ല. അതൊക്കെ അവർക്ക് അറിയാത്തതല്ലേ, നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അത് അവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. ഞാൻ അറിയാതെ പോയത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അറിയിച്ചില്ല, ഞാൻ വന്ന ഉടനെ ആരോടും പറഞ്ഞില്ല, ഞാൻ ഇന്ന ആളെന്ന് പറയാൻ പോയില്ല. അതിന് അവരെന്തിനാ കുറ്റം പറയുന്നത്? വേറെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ജീവിതത്തെ പറ്റിയിട്ട്. അങ്ങനെ വേണ്ടത്. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ മനുഷ്യനാവണം, അമാനുഷ്യനാവരുത്. സാറിന് ഇപ്പം മലയാളികളുടെ ഒരു ഡെയിലി സംസാരത്തിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമാ ഡയലോഗുകൾ ജനകീയമാക്കിയ വിധത്തിൽ ബിഗ് ബി എന്ന സിനിമയിൽ സാറിന്റെ സിനിമയെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡയലോഗുണ്ട്. നീയൊക്കെ അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ സീൻ വിട്ടതാണ് എന്നുള്ളത്. പക്ഷെ ആരും ഈ ആദിഭാവം എന്ന സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ആരായിരുന്നു? 7 ലക്ഷത്തിനടുത്ത സിനിമ 2.5 കോടി കളക്ട് ചെയ്ത ചരിത്രം ആരും അങ്ങനെ അന്വേഷിച്ച് പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ആ ഒരു സിനിമയുടെ ഡയറക്ടർ എന്നുള്ളത് ഒരു ഖ്യാതിയായിട്ടോ അല്ലെങ്കിൽ അതൊരു ബഹുമതിയായിട്ട് തന്നെയാണോ ഇപ്പോഴും ആസ് എ ഡയറക്ടർ സാർ എടുക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കും. കാരണം എൻ്റെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് ഉദ്ദേശിച്ചത് ഉയർന്ന നാടാകെ മോഹൻലാലിനെ ചെയ്തു, ഞാൻ പിറന്ന നാട്ടിലേക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 1-2 ചെറിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ സ്റ്റാർസൊക്കെ ബിസിയായി, അവരുടെ കോൺഷ്യസ് കിട്ടാനില്ല. പിന്നെ സിനിമയുടെ രീതി മാറി, കഥ പോയി പറഞ്ഞ ശേഷമേ അവർ കേൾക്കണം. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാതെ എനിക്കൊരു സിനിമ ചെയ്തേ പറ്റൂ, ഇതൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വേറൊരു ബിസിനസ് ആരംഭിച്ചു, ഇംഗ്ലീഷ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ. അത് സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഫിലിം വാങ്ങാനായിട്ട് ബാംഗ്ലൂർ പോയി. അന്ന് രാത്രി ഹോട്ടലിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ ബൈബിള് മാത്രമേ ഉള്ളൂ വായിക്കാൻ. അത് വെറുതെ എടുത്ത് മറിച്ച് നോക്കി. അപ്പോൾ അതിൽ ആരംഭൻ്റെ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഇത് ഈ ഇന്ത്യയിൽ ആരും സിനിമ ആക്കിയിട്ടില്ല. ഇംഗ്ലീഷിലൊക്കെ ആരോ ആക്കിയിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ അന്ന് ഈ മീഡിയ ഒന്നും ഇല്ല, നമുക്ക് ടെലഗ്രാമോ ഒന്നും ഇല്ലല്ലോ കാണാൻ. അതുകൊണ്ട് പടം കാണാൻ പറ്റില്ല, തിയേറ്ററിൽ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിവിടെ വന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ എന്നെ മനസ്സിലായി ഇത് എന്തുകൊണ്ടാക്കിക്കൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് വട്ടാണെന്ന് വരെ പറഞ്ഞു, എനിക്ക് ഭ്രാന്താണ്, ഇന്ത്യയിൽ നിന്നൊന്നും പോയി ചെയ്ത് ന്യൂഡിറ്റി ഒന്നും ഇന്ത്യയെ കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ബൈബിളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ന്യൂഡിറ്റി തോന്നുന്നുണ്ടോ ചോദിച്ചു. നിങ്ങൾ എല്ലാ പള്ളിയിലും എല്ലാ വീട്ടിലും ഒക്കെ ബൈബിളുണ്ട്, അപ്പോൾ അതിൽ ന്യൂഡിറ്റി ഉള്ളതാണെങ്കിൽ ആ പേജ് കീറി കളയണ്ടേ? നിങ്ങൾ കീറി കളഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതിന് ന്യൂഡിറ്റി ഇല്ല. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വിഷ്വൽസ്, നിങ്ങളുടെ ചിന്തയിലാണ് വൾഗാരിറ്റി വരുന്നത്. വൾഗാരിറ്റി ഇല്ലാതെ ചിന്തിച്ച് നോക്കൂ. പറഞ്ഞു ചന്ദ്ര എന്താ അതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് പറയുമ്പോൾ ഇത്രയും നല്ല പടങ്ങൾ ചെയ്തിട്ട് ചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നല്ല പടമാണ്, ആരാ അല്ല എന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമാണ്. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എനിക്ക് അതിന് തയ്യാറായി വന്നു. എന്താ വേണ്ടത്, ഞാൻ ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഒരു പടം ചെയ്യും, ചിലപ്പോൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു. ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 12 പേര് മാത്രം. അപ്പോൾ എനിക്ക് തോന്നി സിനിമയിലുള്ള ഒരു ഫോർമുല ഉപയോഗിക്കാതെ ഈ സിനിമ ചെയ്യണം. കോസ്റ്റ്യൂമർ വേണ്ട, മേക്കപ്പ് മാൻ വേണ്ട, ആരും വേണ്ട, ലൈറ്റ് ബോയ്സ് വേണ്ട, പ്രൊഡക്ഷൻ ബോയ്സ് വേണ്ട, ആർട്ടിലെ ആൾ വേണ്ട, ഒക്കെ നമ്മൾ തന്നെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ 12 പേര്, ഞങ്ങൾ തന്നെ ആർട്ട്, ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ മാനേജർ, ഞങ്ങൾ തന്നെ എല്ലാം, ഡ്രൈവർ ടു ഡയറക്ടർ എല്ലാം. 2 വണ്ടി ആകെ, ഒരു അംബാസഡർ കാറും ഒരു സ്റ്റാൻഡേർഡ് 20 വാനും. ഇത് 2 അന്നുള്ളൂ. അന്ന് മൊബൈലില്ല, ഒന്നുമില്ല. തോളിലൊരു സഞ്ചി, അതിലൊരു ബോട്ടിൽ വെള്ളം, ഒരു ആപ്പിൾ, ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റ്.